ലപ്പൈക പാടുന്നു ജനകൊടിയടങ്കലും മുടയോനോടടുക്കുന്നു ലക്ഷം ഇലാഹിൻ്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ജബോധി നടക്കും ഉള്ള തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്തുരസിച്ച് പതിമക്കത്തടുത്തിടുന്നേ റബ്ബിൽ ഉദിപ്പെത് നടത്തിടുന്നേ കൽബിൽ പെരുത്ത മുഹബത്തോടെ ഒരുത്തന തേടി വിണ്ടാനേ വിണ്ടാനേ ഗുണം പൂണ്ടാനേ ലപ്പൈക പാടുന്നു ജനകൊടിയടങ്കലും മുടയോനോടടുക്കുന്നു ലക്ഷം ഇലാഹിൻ്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ജബോധി നടക്കും ഉള്ള തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്തുരസിച്ച് പതിമക്കത്തടുത്തിടുന്നേ റബ്ബിൽ ഉദിപ്പെത് നടത്തിടുന്നേ കൽബിൽ പെരുത്ത മുഹബത്തോടെ ഒരുത്തന തേടി വിണ്ടാനേ വിണ്ടാനേ ഗുണം പൂണ്ടാനേ. ചെറൂർ PPTM ഹയർ സെക്കൻഡറിയിലെ നിഷ്വയാണ്. നിഷ്വ 10ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിലായിരുന്നു. പാട്ട് അതിമനോഹരമുള്ള, പക്ഷേ ഇവർ ഒരു പ്രൊഫഷണൽ ഗായിക എന്നുള്ള പേരിൽ അറിയപ്പെടുന്നില്ല. നമ്മൾ നേരത്തെ ഒരു പാട്ട് പാടിയിരുന്നു, അത് എത്ര ലക്ഷം ആൾക്കാർ കണ്ടു? അത് ഒരു 10 ലക്ഷം അല്ലേ? 10 ലക്ഷത്തിന് മുകളിൽ ആളുകൾ കണ്ടു. പാട്ടിനോട് ഭാവിയിൽ എന്താ നിഷ്വക്ക് ആഗ്രഹം? എന്താണ് ഭാവിയിൽ ജോലി എന്നുള്ളവർക്ക്? ഡോക്ടർ ആവണം. അത് എന്തുകൊണ്ടാണ്? പണ്ട് മുതലേ ഡോക്ടർ ആവണമെന്ന് നല്ല ആഗ്രഹമാണ്. പിന്നെ ബാക്കിയുള്ളവരെ സഹായിക്കണം. പിന്നെ ഡോക്ടർ ആയാൽ പിന്നെ സമൂഹത്തിന് എന്ത് ചെയ്തു കൊടുക്കും? എന്നെ കൊണ്ട് കഴിയണ പോലൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ നിഷ്വയുടെ വീട് ഒന്ന് പറഞ്ഞു കൊടുക്ക്. എന്റെ വീട് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലെ ഊരകം യാറമ്പടി. ഉപ്പ എന്താ ചെയ്യണത്? ഗൾഫിലാണ് ബിസിനസ്. ഉമ്മ വീട്ടിലെ ഹൗസ് വൈഫ് ആണല്ലേ. ഒരു വരിയും കൂടെ പാട്ട്, ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടെ പാടിയിട്ട് അവസാനിപ്പിക്കാം. बन्नूर बन्नो मेरे चली ससुराल को अखियों में पानी दे गई दुआ में मीठी गुड़दानी दे गई हाय बन्नूर बन्नो मेरे चली ससुराल को अखियों में पानी दे गई दुआ में मीठी गुड़दानी दे गई. ഓക്കേ, പരീക്ഷ കണ്ടായിരുന്നു? പരീക്ഷ അടിപൊളിയായിരുന്നു. ഫുൾ എക്സാമിനേഷൻ അടിപൊളിയായിരുന്നു. മാത്സ് കുറച്ചൊന്ന് ഇതായി, അതെല്ലാം ന്യൂസ് ഒക്കെ വന്നിന് ഭയങ്കര റിസ്കി ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കിയുള്ളതെല്ലാം ഓക്കേ. താങ്ക് മാഷേ. നിങ്ങളുടെ അഭിപ്രായം പറയ്. നമ്മളെ പഴയ കുട്ടികളാണ് ഇപ്പോഴും +2 ഓടി വരുന്ന കുറച്ച് കുട്ടികളിൽ, വളരെ ചുരുക്കം കുട്ടികളിൽ കുറച്ച് പേരാണ്. ഇവരൊക്കെ കാണുമ്പോൾ അധ്യാപനാണ് കാണാത്ത പ്രേക്ഷകർക്ക്. അതെ, ഓക്കെ. ഹയർ സെക്കൻഡറിയിൽ നിന്നും ഹൈസ്കൂളിലേക്ക് നമ്മളൊക്കെ കാണാൻ വരുന്ന അപൂർവം ചില കുട്ടികളാണ് എന്ന് പറയാൻ പറ്റും. സദാ പുഞ്ചിരിയാണ് പ്രത്യേകത. അതാണ് എപ്പോഴും പോലെ പുഞ്ചിരിക്കണ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം. ഏതായാലും എല്ലാവരും ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക, ആഗ്രഹിച്ച് ജോലി കിട്ടാനും സമൂഹത്തിൽ നന്മകൾ ചെയ്യാനും. സാറേ, സന്തോഷ് സാറേ, എന്താണ് ഈ മിടുക്കിയെ കുറിച്ച് പറയാനുള്ളത്? മിടുക്കിയെക്കുറിച്ച് പറയാനുള്ളത് നമ്മുടെ സ്കൂളിലെ എന്താണ് ഗാനഗോകുലമാണ് അല്ലേ? അതെ. അപ്പം നമ്മുടെ ഫസ്റ്റ് പിന്നെ സോങ് തന്നെ ഏകദേശം 1 മില്യൺ അല്ലേ, 10 ലക്ഷം ആളുകൾ കണ്ടു കഴിഞ്ഞു. അത് മേലെയുണ്ട് അല്ലേ, എബോ. ഇനിയും അല്ലേ, ഇനി നമ്മളെ പിന്നെ ഈ നാദഗോകുലത്തിൻ്റെ അല്ലേ ശബ്ദം കേരളക്കാരെ മുഴുവൻ അല്ലേ നിറയട്ടെ. എല്ലാവിധ ആശംസകളും. നന്നായിട്ട് പാടുക അല്ലേ. ഇനി റിയാലിറ്റി ഷോ ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ പങ്കെടുക്കുക. അതാണ് താല്പര്യമുണ്ടോ റിയാലിറ്റി ഷോയില്? സത്യത്തിലാന്ന് പറഞ്ഞു. ഷോയില് താല്പര്യമുണ്ടോ? റിയാലിറ്റി ഷോയില് ആഗ്രഹമുണ്ട്. ഈ പാട്ട് കേട്ടിട്ട് താങ്കളെ റിയാലിറ്റി ഷോയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പോകുമോ? ആഗ്രഹമുണ്ട് ആണല്ലേ? പാട്ട് പഠിച്ചിട്ടുണ്ടോ? നഷ്വ നല്ല പാട്ടുകാരത്തിയല്ലേ. നേരത്തെ നല്ല പാട്ട് 10ാം ക്ലാസ്സിൽ നന്നായി പാടിയിരുന്നു. ഇപ്പോൾ +2 വളരെ നന്നായിട്ട് അവൾ പാടുന്നുണ്ട്. അവളെ സ്വരമാധുരി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പാട്ടുകാരി ആവട്ടെ. എല്ലാവിധ ആശംസകളും.